ഇസ്രായേലിനോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എങ്ങനെ വിരോധപ്പെടാൻ പറ്റും? യേശു കർത്താവ് ഇസ്രായേലിൽ നിന്നല്ലേ വന്നത്. എനിക്കൊരിക്കലും വിരോധമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ന് ആക്ഷരിക ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചു കിട്ടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്നാണ് വേദവസം പഠിപ്പിക്കുന്നത്. അതായത് യേശുവെങ്കിലേക്ക് അവർ തിരിയുമ്പോൾ മാത്രമേ അവർക്ക് എന്തുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നും ഗുണം പിടിക്കത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ഭൗതിക നന്മകളും മറ്റേത് മറിച്ചതൊക്കെ കണ്ടിട്ട് അവരെ പോലൊരു ജാതി വേറെ ഉള്ളത്, അതാണ് ഇതാണ്, അവരാകണം യഹൂദൻ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. യഹൂദൻ എന്ത് പ്രത്യേകത? പല രീതിയിലും ഉണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരിക്കലും അവരെ ഫലമേൽപ്പിച്ചിരുന്നു, പക്ഷേ അവർ ആ ന്യായപ്രമാണം അനുസരിച്ചില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്ത്? അവർ കുത്തിയവങ്കിലേക്ക്, അവർ തള്ളിക്കളഞ്ഞവങ്കിലേക്ക് അവരുടെ മനസ്സ് തിരിക്കുകയും അങ്ങനെ അവർക്ക് കർത്താവിലേക്ക് വരാൻ കഴിയുകയും ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെയും ഫെലിസ്തീനരുടെയും ചരിത്രം പഠിക്കുമ്പോൾ അതിനെ ഒരിക്കലും ഇന്നത്തെ ഇസ്രായേലായിട്ടും പലസ്തീനിയുമായിട്ടും നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞത് അതാണ്. പലസ്തീനികളും പലസ്തീനിയും ഇന്നത്തെ ഇസ്രായേൽ ദാവീദുമാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള പല ആത്മീക സത്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 10 പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് അന്ന് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ ആ സ്പിരിച്വൽ റെലത്തിലേക്ക് ഒന്ന് കയറാനായിട്ടാണ് ഇന്ന് നമ്മളുടെ ഈ ഭാഗം ഞാൻ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സ്റ്റോറി നമ്മൾ കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. നമുക്ക് സ്റ്റോറി ഒത്തിരി അറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റോറി അല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ അറിയാമല്ലോ അല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിലൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് ചില പോയിന്റ്സ് മാത്രം, കഥ പിന്നെയും പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ആ ചില പോയിന്റ്സ് നമ്മളെ എങ്ങനെ നമ്മുടെ ആത്മീകമായി അതിനെ സ്പിരിച്വൽ ആയിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്തിരിക്കുന്നത്. 17-ാം അധ്യായത്തില് ശരിക്കും ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് കാണുന്നത്. ആര് തമ്മിലാണ് യുദ്ധം? ഫെലിസ്തീനും ഇസ്രായേലിനും തമ്മിൽ. അതാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. അപ്പോൾ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് അതിനെ വേദപുസ്തകം എഴുതുവാൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടുള്ള ചില ക്ലൂ ഉണ്ട്. നമുക്ക് ഈ അന്ത്യകാലത്ത് ബുദ്ധിപദേശത്തിനായി നൽകിയിരിക്കുന്നതായ ചില ക്ലൂ ഉണ്ട്. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, അനന്തരം ഫെലിസ്തീയർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി, അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി, സോഖോവിനും അസേക്കയ്ക്കും മധ്യേ എഫേസ് ദമ്മീമിൽ പാളയമിറങ്ങി, ശൗലും ഇസ്രായേല്യരും ഒന്നിച്ചു കൂടി. ഈ 2 വാക്കുകളുടെ ഡിഫറൻസ് ആണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫെലിസ്തീയർ കാര്യം പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫെലിസ്തീയർ യുദ്ധത്തിന് ഒന്നിച്ച് സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ച് കൂട്ടി. ഒന്നിച്ച് കൂട്ടുന്നതും ഒന്നിച്ച് കൂടുന്നതും രണ്ടാണ്. ഒന്നിച്ച് കൂടുന്നത് ഇപ്പം ഒരു മോബ് ആരും വിളിച്ചു വരുത്തുന്നതൊന്നുമല്ല. അത് അങ്ങ് വന്ന് കൂടുന്നതാണ് മോബ്. എന്നാൽ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്ക്, നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, ഒറീസയിൽ വെച്ച് ഞാനും ജെസിയും പിള്ളേരെ കൊണ്ടാടുന്ന ഞങ്ങളുടെ വണ്ടി കത്തിക്കാൻ വേണ്ടി ഒരു രാത്രി 11 മണിയായപ്പോൾ ഒരു വനത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു ഗ്രാമപ്രദേശത്ത് 70 പേര് ഒരുമിച്ച് വന്നു. ഏതാണെങ്കിലും രാത്രി 11 മണിക്ക് 70 പേര് ഒരുമിച്ച് അവിടെ വരാൻ സാധ്യതയൊന്നുമില്ല അല്ലേ? പക്ഷെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഓൾറെഡി മൊബൈൽ ഫോണിൽ വിളിച്ച് അവിടുത്തെ സുവിശേഷ വിരോധികളുടെ സംഘം ആളുകളെ ഒരുമിച്ച് കൂട്ടിയതാണ്, അല്ലാതെ അവര് കൂടിയതല്ല. പക്ഷെ അതേസമയം പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെതിരെ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതൊന്നും ആരും വിളിച്ചു കൂട്ടിയതൊന്നുമല്ല. അന്നേരത്തെ ചൂടിന് അവര് കൂടുന്നതാണ്. ഇത് രണ്ടാണ്. ഒന്നിച്ച് കൂട്ടുന്നതും ഒരുമിച്ച് കൂടുന്നതും രണ്ടാണ്. അപ്പൊ ഇവിടെ ആരാണ് ഒന്നിച്ച് കൂട്ടിയത്, ആരാണ് ഒരുമിച്ച് കൂടിയത്? ശൗലും ഇസ്രായേലും ഒന്നിച്ച് കൂടുകയാണ്. പക്ഷെ ഫെലിസ്തീയർ യുദ്ധത്തിന് ഒന്നിച്ച് കൂട്ടി. അവർ വിളിച്ചു, വാ നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പോൾ യുദ്ധം ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണ്? ഇസ്രായേലല്ല. ആരാണ്? ഫെലിസ്തീനാണ്. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട 1-ാമത്തെ ബുദ്ധി ഉപദേശം. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഭൗതികമായിട്ട് എടുക്കരുത്. ഭൗതികമായി ഒരു യുദ്ധം ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? ഞങ്ങളെ കൊല്ലാനായിട്ട് ആൾക്കാരെ ഒന്നിച്ച് കൂടിയപ്പോൾ എന്നാൽ പിന്നെ നാളെ അവരെ കൊല്ലാൻ ഞങ്ങൾ കൂടെ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ ഇരിക്കും? അതിനുവേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ടോ നമ്മളെ? ഇല്ല. അങ്ങനൊരു കാര്യമേ ഇല്ല. അങ്ങനൊരു കാര്യം വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. നമ്മുടെ തന്നെ മിഷണറിമാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ സംഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു, അത് നമുക്ക് ഒരു സംഘടന വളരെ അത്യാവശ്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്കൊരു സംഘടന ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, അതിനു വേണ്ടിയാണ് സംഘടന വേണ്ടത്. അതെന്താ? ഞാൻ പറഞ്ഞു, നമ്മളെന്തോ ചെയ്യാനാ സംഘടന ഉണ്ടാക്കിയിട്ട്? സുവിശേഷ വിരോധികൾ നമ്മളെ തല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പം കുറ്റം പറഞ്ഞാൽ അത് വലിയ ന്യൂസ് ഒന്നുമല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തിങ്കളാഴ്ച രാവിലെ 11 മണി 10 മണിക്ക് ഓഫീസിൽ ചെന്നുള്ളത് ന്യൂസാണോ? അല്ല. നിങ്ങൾ ജോലി ചെയ്യുക. സുവിശേഷ വിരോധികളാണോ അവരെ ആക്രമിക്കും. അതിനിപ്പം പ്രത്യേകിച്ച് അതിനകത്ത് വാർത്തയൊന്നും ഇല്ല. കാര്യം എന്താണ്? അത് അവരുടെ ജോലി. നമ്മുടെ ജോലി എന്തോ?
സുവിശേഷം പറയുക. കർത്താവ് എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെ സുവിശേഷം അറിയിക്കുകയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, അല്ല എന്തോന്നിന്. അതിനിടയ്ക്ക് ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അതിന് വിരോധമൊന്നുമില്ല. ഒരാൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരാൾ കെട്ടിടം പണിയുന്നുണ്ടായിരിക്കും, ഒരാൾ തൂപ്പുകാരനായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, അതൊക്കെ ചെയ്തു. പക്ഷേ ആത്യന്തികമായി നമ്മളെ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു വിശ്വാസി ഭൂമിയിലായിരിക്കുന്നതിന് വേണ്ടിയാണ്. സുവിശേഷം പറയാനാ, അത് നമ്മുടെ ജോലി. ഇനി അവർ എതിർക്കുമോ? മറ്റുള്ളവർ എതിർക്കട്ടെ, നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വഴക്കുണ്ടാക്കാനോ വർത്തമാനം പറയാനോ പോലും നമുക്ക് എന്തില്ല, അവകാശമില്ല. അതൊന്നും നമ്മുടെ ജോലിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ജോലിയാണ്, അവർ ചെയ്തോട്ടെ. നമുക്ക് നമ്മുടെ ജോലി ചെയ്താൽ മതി, അവരുടെ ജോലി നമ്മൾ ഏറ്റെടുക്കുകയൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ജോലി ചെയ്താൽ മതി. ബാക്കിയൊന്നും നമ്മളോട് അത് ചെയ്താൽ നമ്മൾ അവരുടെ ജോലി ചെയ്യുക. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ജോലി നമ്മൾ ചെയ്യരുത്. നമ്മുടെ ജോലി എന്താണ്? കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ ഫെലിസ്ത്യരാണ് യുദ്ധത്തിന് ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പം യുദ്ധം ഇനീഷ്യേറ്റ് ചെയ്തത് ഫെലിസ്ത്യരാണ്. പക്ഷെ അതാണോ ശരിക്കും ദൈവം പ്ലാൻ ചെയ്തത്? ദൈവം പ്ലാൻ ചെയ്തത് അതല്ല. ഞാൻ പറഞ്ഞത് ആത്മീകമായ കാര്യമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാച് നമ്മളെ കൊല്ലാൻ വരുമ്പം എങ്ങനെങ്കിലും എതിർത്ത് നിൽക്കാൻ മാത്രമാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അല്ലേ? നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അതാണ് ഇന്ന് സുവിശേഷ വേല ഇല്ലാതെ വന്നിരിക്കുന്നത്. മറ്റേ അങ്ങനല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിനെ അംഗീകരിച്ച് സഭ എന്ന് പറയുന്നത് ഒരു സുവിശേഷ ഏജൻസിയായിരുന്നു. അതുകൊണ്ട് യുദ്ധം അവരിങ്ങോട്ട് ചെയ്യുകയല്ലായിരുന്നു, അല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എപ്പോഴാണ് സുവിശേഷ വിരോധികൾ സുവിശേഷകരെ ആക്രമിക്കുന്നത്? അവർ സുവിശേഷം അറിയിക്കുമ്പോഴാണ്. അറിയിക്കാത്തവരോട് യുദ്ധം ചെയ്യുന്ന കാര്യമൊന്നും ഇല്ല, അത് ചെയ്യത്തുമില്ല. ആര് ചെയ്യുന്നു, അല്ലേ? ആരാ ചെയ്യുന്നത്? എവിടെയാണ്? ഇപ്പോൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ചിലടത്ത് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാലും എപ്പോഴാണ് സഭ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും വാതിലിനകത്ത് കഥകടച്ചിട്ടിരുന്ന് ആരാധിക്കുമ്പോഴാണോ പീഡിപ്പിക്കപ്പെടുന്നത്? അല്ല. എപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്നത്? അവർ പുറത്ത് സാത്താൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ആളുകളെ കർത്താവിങ്കിലേക്ക് തിരിക്കാൻ നോക്കുമ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത്, ഇല്ലേ? അപ്പൊ ആരാണ് ആദ്യം കാര്യങ്ങൾ ചെയ്യേണ്ടത്? സുവിശേഷ വിരോധികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കേണ്ട. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ അങ്ങോട്ട് ചെന്ന് ദൈവവചനം കൊണ്ട് അവരെ അവരുടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മാറ്റുക, കുരുട്ട് കണ്ണുകളെ തുറക്കുക, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വെളിച്ചത്തിൽ പുത്രന്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ അവരെ പിടിച്ചുകൊണ്ടുവരിക. ഇത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ചുമതലയാണ്. അതാണ് ആദ്യം തുടങ്ങേണ്ടത്. അല്ലാതെ എങ്ങനെയെങ്കിലും ശത്രു നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതല്ല സഭയുടെ ചുമതല. ഇവിടെ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനാണ്. നേരത്തെ ശൗൽ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കാണുന്നത്. ഇപ്പോഴാണ് ഫെലിസ്ത്യർ ആക്രമിക്കാൻ വരുന്നത് കാണുന്നത്. നേരത്തെ അങ്ങനല്ല. ഫെലിസ്ത്യർ ആക്രമിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ശൗലിനെ കൊണ്ട് നിർത്തി തന്നെ അങ്ങോട്ട് ആക്രമിക്കാനാണ് നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോഴത്തേക്കെല്ലാം നമ്മുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ എന്നാ പറയുന്നത്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്, ദ ബാറ്റിൽ ഡസന്റ് ബിലോങ് ടു സൈറ്റൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധം ആർക്കുള്ളതാണ്? യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം പിശാചിനുള്ളതല്ല. അതുപോലെ അവർ ബാറ്റിൽ ഈസ് നോട്ട് അഗൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നാ പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അവർ ബാറ്റിൽ. അപ്പൊ ആരുടെയാണ് ബാറ്റിൽ? യുദ്ധം യഹോവയുടെ എന്നാണ്. പക്ഷെ നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മളാണ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കേണ്ടത്. അല്ലാതെ പിശാച് നമ്മളെ ആക്രമിച്ചുകൊണ്ട് പോവുകയല്ല. ഇന്നിപ്പം സഭകളിൽ പോലും സഭയെ വന്നുകൊണ്ടിരിക്കുന്നവരെ വേറെ ആരും കൊണ്ടുപോകരുതെന്നേ നമുക്കുള്ളൂ. നമുക്ക് മാക്സിമം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ ആരും കൊണ്ടുപോകരുതെന്നുള്ളതാണ്. പക്ഷെ അതിനാണോ ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഈ പ്രദേശങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്നറിയാൻ വയ്യാത്ത ആളുകളെ ദൈവവചനം കൊണ്ട് അവരെ അവരുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മാറ്റുക. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ പിശാച് വന്നിട്ട് നമ്മളുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആരെയും പിന്മാറ്റത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നതല്ല സഭയുടെ ചുമതല. ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ സഭയിലുണ്ട്. എന്തിനെന്നറിയാമോ? നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കാനും, പിന്നെന്തിനാ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും കൊണ്ടുപോകാതിരിക്കാനും. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്ന, സഭയെ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്ന എന്തിനാണ്? ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കാണ്. ദൈവരാജ്യത്തിൽ നിന്ന് വേറെ പിശാചിൻ്റെ സാമ്രാജ്യം വന്ന് പിടിച്ചോണ്ട് പോകാതിരിക്കാൻ മാത്രമല്ല. പിടിച്ചോണ്ട് പോകരുത്, അത് വേറെ കാര്യം, അത് സൂക്ഷിച്ചോണം. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി. ദൈവത്തിൻ്റെ രാജ്യം വിസ്തൃതമാകണമെങ്കിൽ എന്ത് വേണം? പിശാചിന്റെ സാമ്രാജ്യത്തിൽ അവൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം ചെടിപ്പാക്കിക്കൊണ്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്.